ഇറാന്റെ ചബഹാർ തുറമുഖം വഴിയാണ് മധ്യേഷ്യയിലേക്കുള്ള നമ്മുടെ എണ്ണപ്പാതകൾ, സ്വപ്നങ്ങൾ നീളുന്നത് അങ്ങോട്ടാണ്. ഇസ്രയേൽ വളരെ പ്രധാനപ്പെട്ട പങ്കാളിയാണ്. കാരണം നമ്മുടെ സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ പലതും ലഭിക്കുന്നത് ഇസ്രയേലിന്റെ മൊസ്സദുമായി ഉള്ള സഹകരണം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളെയും പരമാവധി മാറ്റി നിർത്തുക എന്നത് ഇന്ത്യയുടെ ഒരു നയമാണ്. അതുകൊണ്ട് ഇത് എണ്ണ വ്യാപാരത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. ഹോർമൂസ് കടലിടുക്ക്, അതായത് പേർഷ്യൻ ഗൾഫിലേക്കുള്ള കവാടം, അത് നിയന്ത്രിക്കുന്നത് ഇറാനാണെന്ന് ഓർക്കണം. ഇറാൻ്റെ പള്ളക്കാണ് ആ ഒരു ഭാഗം വരുന്നത്. അവിടെ നിയന്ത്രിക്കുന്ന ഇറാനിയൻ വെസൽസാണ്, കപ്പലുകളാണ്, റോക്കറ്റുകളാണ്, മിസൈലുകളാണ് വിന്യസിക്കുന്നത്. എങ്കിൽ ഒരു കപ്പലിനും അതുവഴി കടന്നു പോകാനാവാത്ത അന്തരീക്ഷം വന്നാൽ ലോക വിപണികളിൽ എണ്ണവില തീപിടിക്കും. ഹൈഡ്രോ കാർബൺ ബിക്കംസ് റെയർ. അതുകൊണ്ട് ഇന്ത്യയുടെ ആവശ്യത്തിൻ്റെ ഒരു വലിയൊരു പങ്ക് 40-50% ആ ഹോർമോസ് കടലെടുക്ക് കടന്നാണ് വരുന്നത്. ദിസ് ഈസ് എ ക്രൂഷ്യൽ ജങ്ചർ. ഇപ്പോൾ ഈ ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ നിർണായകമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് വലിയ പങ്ക് വഹിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു സ്വാധീനം ചെലുത്താനുള്ള ഒരു സാഹചര്യവും ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യ ഈസ് എ ക്രൂഷ്യൽ ഫോഴ്സ് നൗ എന്ന് നമുക്ക് മധ്യസ്ഥത എന്ന വാക്ക് ഒഴിച്ചു നിർത്തിയാൽ സാഹചര്യം ഒരുക്കുന്നതിൽ ഇന്ത്യക്ക് ഒരു പങ്കുണ്ട്. കാരണം മറ്റൊരു രാജ്യത്തിനും ആ ഒരു സ്വീകാര്യതയില്ല. രണ്ട് കൂട്ടരും അംഗീകരിക്കണമല്ലോ.